ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ദോശയാട്ടോ. നമ്മൾ തലേ ദിവസം കുതിർത്തെടുക്കുകയും വേണ്ട, അതുപോലെ തന്നെ പുളിപ്പിക്കാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ഇതവിടെ 2 കപ്പ് പച്ചരി രാവിലെ തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ രാവിലെ ഒരു 6 മണി സമയത്താട്ടോ ഇത് കുതിരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ദോശ തയ്യാറാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഒരു 7:30 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതാ പച്ചരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ കഴുകി വെച്ചിട്ടുള്ള പച്ചരി ഞാൻ ഇതവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുഴുവനും ഒന്നിച്ചിട്ട് തന്നെയാട്ടോ അരച്ചെടുക്കുന്നത്. ഞാൻ അപ്പോൾ മിക്സിയുടെ വലിപ്പമുള്ള ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകമാണ്. ജീരകം ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു പിഞ്ച് ചെറിയ ജീരകം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെറിയ ഉള്ളി ഒരെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് സവാള ചേർത്തിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അരി പെട്ടെന്നൊന്നും അരഞ്ഞ് കിട്ടൂല. അങ്ങനെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ ഇത് അരച്ചെടുത്ത അരി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടേനു കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ്, ഈ ഒരു ലൂസിലാട്ടോ നമുക്ക് ദോശ ചുടാനായിട്ട് ഈ ഒരു മാവ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളപ്പ ചട്ടിയില്ലേ, അത് വേണമെങ്കിൽ അതിലും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ചുടുന്നത്. അങ്ങനെ ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാള നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സവാള ഇവിടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ദോശ ഇവിടെ മൂടി വെച്ച് കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ നേരത്തെ തന്നെ കുറച്ച് നെയ്യ് അധികം എടുത്തത് കാരണം ഞാൻ പിന്നെ ഇതിലേക്ക് നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് നെയ്ക്ക് പകരം വേണമെങ്കിൽ ഓയിലും എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ദോശ ഇതവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ദോശ ഇതവിടെ തയ്യാറായിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഞാനിനി ബാക്കിയുള്ളത് കൂടി ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് തലേ ദിവസം അരി കുതിർക്കാനെല്ലാം വിട്ടുപോകാന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരു ടെൻഷനും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഏതായാലും നമ്മൾ രാവിലെ എണീക്കുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് അരി കുതിരാനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോകുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ദോശ ഇതുപോലൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ നന്നായിട്ട് കനം കുറച്ചിട്ടാ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 തവിയെല്ലാം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശയിൽ നമ്മൾ ഇതുപോലെ സവാള ചേർത്ത് കൊടുത്തത് കൊണ്ട് നമ്മൾ ദോശ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് സവാള കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ അതല്ല ചട്നിയോ തക്കാളിക്കറിയോ മീൻ കറിയോ കടലക്കറിയോ ഏത് കറിയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലുള്ള ദോശ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.